ഹലോ ഫ്രണ്ട്സ്, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ LCM അല്ലെങ്കിൽ ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്നും പറയാം. അതുപോലെ തന്നെ ലീസ്റ്റ് കോമൺ ഡിനോമിനേറ്റർ എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. നാം സാധാരണയായി ഉപയോഗിക്കുന്ന ടേം LCM എന്നാണ്, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. 4. ഈ 4ൻ്റെ മൾട്ടിപ്പിൾസ് എന്താണെന്ന് പരിചയപ്പെടാം. അതായത് 4ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുന്ന നമ്പറുകൾ 1 4 4, 2 4 8, 3 4 12, 4 4 16, 5 4 20, 6 4 24, 7 4 28 ഇങ്ങനെ പോകുന്ന നമ്പറുകൾ. അതാണ് 4ൻ്റെ മൾട്ടിപ്പിൾ. അതുപോലെ തന്നെ വേറൊരു നമ്പർ 6 എടുത്തു കഴിഞ്ഞാൽ 6ൻ്റെ മൾട്ടിപ്പിളാണ് 1 6, 2 6 12, 3 6 18, 24, 30 ഇങ്ങനെ പോകുന്ന നമ്പറുകൾ. ഇതാണ് 6ൻ്റെയും 4ൻ്റെയും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. ഇനി നമുക്ക് വേണ്ടത് ലീസ്റ്റ് കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിളാണ്. ലീസ്റ്റ് കോമൺ, അതായത് 6ൻ്റെയും 4ൻ്റെയും ഏറ്റവും ചെറിയ കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾ. അതായത് നമുക്കിവിടെ കാണാം 12 രണ്ടിലും കോമൺ ആയിട്ടുള്ള ഏറ്റവും ചെറിയ നമ്പർ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം 6ൻ്റെയും 4ൻ്റെയും LCM എന്നാൽ 12. അതുപോലെ തന്നെ ഇവിടെ 24 രണ്ടിലും കോമൺ ആണ്. ബട്ട് ഇത് ലീസ്റ്റ് ആയിട്ടുള്ള കോമൺ അല്ല, ഏറ്റവും ചെറിയ കോമൺ നമ്പർ അല്ല. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് ഈ LCMനെ വേറൊരു ലാംഗ്വേജിൽ ഒന്ന് പരിചയപ്പെടാം. അതായത് ഒരു സർക്കുലർ പാത്ത്, ഒരു റോഡ് ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിൻ്റ്. റോഡിൻ്റെ രണ്ട് പേര് ഈ റോഡിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് വണ്ടി ഓടിക്കുകയാണ്, അല്ലെങ്കിൽ മോട്ടോർ സൈക്കിൾ ഓടിക്കുകയാണ്. എക്ക് ഈ സർക്കിൾ ഒരു തവണ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി 4 മണിക്കൂർ എടുക്കുന്നു. 4 അവർ. എക്ക് ഈ സർക്കിൾ ഒരു തവണ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി 4 മണിക്കൂർ എടുക്കും. അതുപോലെ തന്നെ ബിക്ക് ഈ സർക്കിൾ ഒരു തവണ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി 6 മണിക്കൂർ എടുക്കും. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ എത്ര മണിക്കൂറിന് ശേഷം ഇവ രണ്ടും ഒരേ സമയത്ത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര മണിക്കൂറിന് ശേഷം ഇത് രണ്ടും ഒരുമിച്ച് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തും? ഒന്നുകൂടി പറയാം. എയും ബിയും ഒരേ സമയത്ത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഈ സർക്കുലർ പാത്തിലൂടെ. ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു തവണ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നുള്ള സമയം 4 6 അങ്ങനെയാണെങ്കിൽ എത്ര മണിക്കൂറിന് ശേഷം എയും ബിയും ഒരുമിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തും? അതാണ് ഈ LCM എന്ന് പറയുന്ന ടേമിൻ്റെ ഉപയോഗം. അതായത് 12 മണിക്കൂറിന് ശേഷം എയും ബിയും വീണ്ടും ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തും. ഓക്കെ, ഇനി LCM കണ്ടുപിടിക്കുന്നതിനുള്ള മെത്തേഡ് നാം നമ്മുടെ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. എന്നാൽ നാം ഇന്നത്തെ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് ഈ മെത്തേഡല്ല, ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ്. നാം സാധാരണ കോമ്പറ്റീഷൻ എക്സാമിന് ഷോർട്ട് കട്ട് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ LCMനും നമുക്കൊരു ഷോർട്ട് കട്ട് മെത്തേഡ് പഠിക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നാം HCF കണ്ടുപിടിക്കുന്നതിനുള്ള ഷോർട്ട് കട്ട് മെത്തേഡ് പഠിച്ചിരുന്നു. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. 5
10, 25, അതുപോലെ തന്നെ 50. ഈ നമ്പറുകളുടെ LCM എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം? ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന നമ്പറുകൾ ഏറ്റവും ഹയസ്റ്റ് നമ്പർ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഈ തന്നിരിക്കുന്ന നമ്പറുകൾ ഏറ്റവും ഹയസ്റ്റ് നമ്പർ, ഏറ്റവും വലിയ നമ്പർ 50 ആണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെക്ക് ചെയ്യുക 50നെ ബാക്കിയുള്ള നമ്പറുകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യുക. അതായത് 50നെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ 50നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. 50നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ LCM എന്ന് പറഞ്ഞാൽ 50 ആണ്. ഓക്കെ, വേറൊരു എക്സാമ്പിൾ നോക്കാം. 2, 4, 8, 16. ആദ്യത്തെ സ്റ്റെപ്പ് ഇവയിൽ ഹയസ്റ്റ് നമ്പർ 16 ആണ്. പിന്നീട് ചെക്ക് ചെയ്യേണ്ടത് ഈ 16നെ ബാക്കിയുള്ള നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ? 16നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ 16നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. 16നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ LCM 16 ആയിരിക്കും. ഓക്കെ, ഇനി വേറൊരു നമ്പർ നോക്കാം. 3ഉം 7ഉം. ഓക്കെ, ഇവിടെ ഹയസ്റ്റ് നമ്പർ 7 ആണ്. ഈ 7നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ഇങ്ങനെയുള്ള കണ്ടീഷനിൽ നാം ചെയ്യേണ്ടത് 7ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എടുക്കുക. 1 7, 2 7, 14, 3 7, 21, 4 7, 28. ഇങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഇങ്ങനെ പോകുന്നു. 7നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. അതിനുശേഷം 14 ചെക്ക് ചെയ്യാം. 14നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ? കഴിയില്ല. 21നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ? 21നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ LCM 21 ആണ്. ഓക്കെ, വേറൊരു എക്സാമ്പിൾ നോക്കാം. 4ഉം 6ഉം. ഹയസ്റ്റ് നമ്പർ 6 ആണ്. 6നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ 6ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എടുക്കുക. 2 6 12, 6 18. ഇങ്ങനെ പോകുന്നു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. പിന്നെ അടുത്ത നമ്പർ ചെക്ക് ചെയ്യുക. 12നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ? കഴിയും. 4 3 12 ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ LCM 12 ആണ്. വേറെ എക്സാമ്പിൾ എടുക്കാം. 18, 20, 30. ഇവയിൽ ഹയസ്റ്റ് നമ്പർ 30 ആണ്. 30നെ 18 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ 20 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് 30ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എടുക്കുക. 60, 90, 120, 150, 180, 210. ഇങ്ങനെ പോകുന്നു. ഓക്കെ, 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് 30 നമുക്ക് അവോയ്ഡ് ചെയ്യാം. നെക്സ്റ്റ് നമ്പർ എടുക്കുക. 60. 60നെ 18 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. എന്നാൽ 60നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. ഓക്കെ, അതുകൊണ്ട് 20 ടിക്ക് ഇടുക. ബട്ട് 18 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് 60ഉം നമുക്ക് അവോയ്ഡ് ചെയ്യാം. നെക്സ്റ്റ് നമ്പർ ചെക്ക് ചെയ്യുക. 90. 90നെ 18 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ? 90നെ 18 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. 120നെ 18 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ? കഴിയില്ല.
150നെയും 18 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. എന്നാൽ 180നെ നമുക്ക് 18 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് 118ഉം ടിക്ക് ചെയ്യുക. ഇപ്പോൾ 20ഉം 18ഉം ടിക്കായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നമ്മുടെ എൽ സി എം എന്ന് പറഞ്ഞാൽ 180 ആണ്. ഓക്കെ. അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഞാൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിളൊന്നും ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ 2 വീഡിയോ MATHS 014 അതുപോലെ തന്നെ മാത്സ് 013 എന്ന് 2 ഹെഡിങ്ങുള്ള 2 വീഡിയോ ഞാൻ ആൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് എൻ്റെ 14ാമത്തെ വീഡിയോയും 13ാമത്തെ വീഡിയോയും മൾട്ടിപ്ലിക്കേഷൻ ടേബിളിനെ കുറിച്ചാണ്. ഇത് ഉപയോഗിച്ച് 1 മുതൽ 99 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ബൈഹാർട്ട് ചെയ്യാതെ തന്നെ വളരെ പെട്ടെന്ന് വിത്തിൻ സെക്കൻഡ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിയും. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും ഈ 2 വീഡിയോ കാണുക. ഓക്കെ. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. 7, 14, 35. 35ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഹയസ്റ്റ് നമ്പർ 35ആണ്. 35നെ നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ 7 ടിക്ക് ഇടുക. 7 × 35ആണ്. എന്നാൽ 35നെ 14 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ 35ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എടുക്കുക. 70, 105, 140. ഇപ്പോൾ ഓരോന്നോരോന്നായി ചെക്ക് ചെയ്യുക. 70നെ 14 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിയും. 14 5 ആണ് 70. അതുകൊണ്ട് തന്നെ LCM 70 ആണ്. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. 2, 9, 13, 18. ഇവിടെ ഹയസ്റ്റ് നമ്പർ 18 ആണ്. 18നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. 18നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. എന്നാൽ 18നെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ 13 ഒരു പ്രൈം നമ്പറാണ്. ഇങ്ങനൊരു പ്രൈം നമ്പർ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 18ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതേണ്ട കാര്യമില്ല. ബാക്കി 2 നമ്പറുകളും കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി ഒരു പ്രൈം നമ്പർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് എഴുതാവുന്നതാണ്. 13 × 18 ഈക്വൽ ടു ആയിരിക്കും അതിൻ്റെ LCM. വേറൊരു കാര്യം പറയാനുള്ളത്, 13ഉം 14 കൂടെ വേദിക് മെത്തേഡിൽ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം എന്നുള്ള ടെക്നിക്ക് ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഐ ബട്ടണിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. ഇനി വേറൊരു എക്സാമ്പിൾ കൂടി നോക്കാം. 8, 11, 16. ഹയസ്റ്റ് നമ്പർ 16 ആണ്. 16നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. എന്നാൽ 16നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. എന്നാൽ 11 ഒരു പ്രൈം നമ്പർ ആയതുകൊണ്ട് നമുക്ക് LCM എന്ന് പറഞ്ഞാൽ 11ഉം 16 മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പറായിരിക്കും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.